ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിസാര സംഘടനയല്ല. നാളെ രാജ്യം ഭരിക്കാനുള്ള സംഘടനയാണ് എന്നാണ് അവര് പ്രചരിപ്പിക്കുക. 1992 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് പറഞ്ഞത്. അതുപോലെ ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന് എത്ര സീറ്റുകളുണ്ട്? നാളെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വളരും. നിങ്ങൾക്ക് ഇന്നിത് കോമഡിയായിട്ട് തോന്നാം, പക്ഷെ അത് സംഭവിച്ചിരിക്കും. ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഒരു തീവ്രവാദ സംഘടന ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കും എന്ന് പറയാൻ കഴിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഹോംവർക്കുകൾ ഉണ്ടാകണം, ആസൂത്രണ മികവുകൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇവരുടെ നേതാവായ അബൂബക്കർ സാഹിബ് പറഞ്ഞത്, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ് ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങളുടെ സ്വപ്നം പലരെയും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ്. മനസ്സിലായില്ലേ? ഇവർ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ശ്രമിച്ചത്. അടുത്ത 25 വർഷത്തേക്ക് എന്ത് പ്രവർത്തിക്കണം, എപ്പോൾ, എങ്ങനെ, ഇതെല്ലാം അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് SDP നമുക്ക് പറഞ്ഞു തരുവാണ്. ഇവരുടെ എല്ലാ കാലഘട്ടത്തിലെയും ലക്ഷ്യം രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതി തകർക്കണം എന്നത് മാത്രമായിരുന്നു. അവര് പകല് സാമൂഹിക പ്രവർത്തനം, ദളിതരുടെ സംരക്ഷണം, ആദിവാസികളുടെ മുന്നോക്കാവസ്ഥ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നിരന്തരം സംസാരിക്കുക. ഇങ്ങനെ സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിടാനുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇഷ്ടം പോലെ അവരുടെ കയ്യിൽ വേറെയുമുണ്ട്. 5 വർഷം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, അണികൾക്ക് കൊടുക്കും അജണ്ട. 25 വർഷത്തേക്കുള്ള അജണ്ട നേതാക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് അവിടെയുണ്ട്, റീറ്റെയിലായിട്ട് അണികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. എങ്ങനെ അധികാരം പിടിക്കാം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ അങ്ങനെ തന്നെയാണ്, എങ്ങനെ അധികാരം പിടിക്കാമെന്ന് ചിന്തിക്കും. പക്ഷേ SDP എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ അവര് തന്നെ സമ്മതിക്കുന്നത് ദീർഘകാലത്തേക്ക് ഞങ്ങൾ അജണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1982 വെറും 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP 90കളുടെ അവസാനം അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുവാണ് നേതാക്കൾ SDP-യുടെ. പക്ഷേ അവരധികാരം പിടിച്ചില്ലേ? അഭിമന്യുവിന്റെ കേസ് മുതൽ ആലപ്പുഴയിലെ ശ്രീനിവാസന്റെ വധക്കേസ് അടക്കമുള്ള നിരവധി കൊലക്കേസുകളിൽ SDP-യുടെ പേരുയർന്നു വന്നു. സോഷ്യൽ മീഡിയയിൽ ഇവരെ സുഡാപ്പികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് വെറുതെയല്ല, പരിഹസിച്ചതല്ല. SDPI സുഡാപ്പികൾ. മലയാളികൾ അവരെ തിരിച്ചറിയുകയായിരുന്നു. വരും ദിവസങ്ങളിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും SDP-I. വിവിധ രാഷ്ട്രീയ മത പാർട്ടികളിൽ നുഴഞ്ഞു കയറി തങ്ങളുടെ ദീർഘകാല അജണ്ടകൾ നടപ്പാക്കുന്ന SDP-I എന്നത് എന്താണ് എന്ന് പ്രൊഫസർ ഹമീദ് ചെന്നമംഗലൂരിനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ ഈ കേരളക്കരയോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസിൽ പോലും ഇവരെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ പണി ഫലത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിയ SDP-I എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കേന്ദ്രത്തിന്റെ പുതിയ പണി. SDP-I ദേശീയ പ്രസിഡന്റ് MK ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രം, നിങ്ങളെ ഞങ്ങൾ നിരോധിച്ചിട്ട് വെറുതെ വിട്ടതല്ല, നിങ്ങളുടെ പിന്നാലെയുണ്ട് ഞങ്ങൾ, നിങ്ങളത് അറിയുന്നില്ല, നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ കാണുന്നു എന്ന വലിയ ഒരു തിരിച്ചറിവാണ് ED ഫൈസിയുടെ അറസ്റ്റോടുകൂടി കാണിച്ചു കൊടുത്തത്. തീവ്രവാദത്തിന്റെ പഴുതടയ്ക്കാനുള്ള മറ്റൊരു നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. ഇന്നലെ ED പിടികൂടിയ SDP-യുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസി പട്ടാമ്പി സ്വദേശിയാണെങ്കിലും പ്രവർത്തനം മുഴുവനും അങ്ങ് ഡൽഹിയിലാണ്. കേരളത്തിൽ ഇയാളെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയായ ഇദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നാണ് MFF ബിരുദം പൂർത്തീകരിച്ചത്. ഉറുദുവും ഹിന്ദിയും ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യുന്ന MK ഫൈസി നല്ല ഒരു പ്രഭാഷകനും കൂടിയാണ്.
ദീർഘനാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃനിരയിലുണ്ടായിരുന്ന MK-ഫൈസി SDPI കേരള സംസ്ഥാന കമ്മിറ്റി, ദേശീയ കമ്മിറ്റി എന്നിവയിൽ വിവിധ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളി കൂടിയാണ് ഇദ്ദേഹം. SDPIയുടെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രം എന്ന് MK-ഫൈസിയെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് ED വെളിപ്പെടുത്തുന്നു. MK-ഫൈസിയുടെ അറിവോടുകൂടിയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എന്ന് ED പറയുന്നു. ഹവാല അടക്കം വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു. 12 തവണ നോട്ടീസ് നൽകി ഫൈസി അനങ്ങിയില്ല. കാരണം ഫൈസിക്ക് ഉന്നത തലങ്ങളിൽ പിടിപാടുണ്ടായിരുന്നു. ഇതോടെ ED തുടർ നടപടികൾ ആരംഭിച്ചു എന്നും ED പറയുന്നു. ഈ അറസ്റ്റിലൂടെ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒന്നു തന്നെയാണ് എന്ന് ED വ്യക്തമാക്കുന്നു. SDPI ദേശീയ അധ്യക്ഷൻ MK-ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കണ്ടെത്തലുകൾ ED നിരത്തിയിരിക്കുന്നത്. SDPIയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് PFI ആണ്. ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണമെത്തി രാജ്യത്ത് ഭീകര പ്രവർത്തനം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റമലാൻ കളക്ഷന്റെ പേരിൽ എന്ന രൂപത്തിലാണ് പണം സ്വരൂപിച്ചത് എന്ന് ED പറയുന്നു. PFIയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടിയുടെ സ്വത്ത് കണ്ടെത്തിയെന്നാണ് ED അറിയിച്ചത്. വിവിധ PFI ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള 35ഓളം സ്വത്തുക്കൾ നേരത്തെ തന്നെ ED കണ്ടുകിട്ടിയിരുന്നു. 35.43 കോടി രൂപ വിലമതിക്കുന്ന 19 സ്ഥാവര സ്വത്തുക്കളും 21.13 കോടി രൂപ വിലമതിക്കുന്ന 16 സ്ഥാവര വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായി ED വെളിപ്പെടുത്തി. സഹായം നൽകാനാണ് എന്ന വ്യാജേനയാണ് ഇവർ ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ വലയിൽ വീഴ്ത്തുന്നത്. ഈ സംഘടനകൾ വലിയ രൂപത്തിൽ ഫണ്ട് സ്വരൂപിക്കുകയും ഇതിൽ വലിയ ഒരു ഭാഗം ഹവാല, സ്വർണ്ണക്കടത്ത് തുടങ്ങിയവയിലൂടെ ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുകയാണ് പതിവ്. തന്നെയുമല്ല, നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇവർ ഫണ്ടുകൾ അയക്കാറുണ്ട് എന്ന് ED കണ്ടെത്തി. അതായത് കേന്ദ്രം ശ്രമിക്കുന്നത് SDPIയുടെ സാമ്പത്തിക നാഡി വേരോടെ ഇളക്കാനാണ്. അതേസമയം EDയുടെ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറയുന്നു. ED നൽകിയ നോട്ടീസ് പ്രകാരം ഡൽഹിയിൽ നേരിട്ട് ഹാജരായ MK-ഫൈസിയെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന വ്യാജ വാർത്ത സൃഷ്ടിച്ചതിന് പിന്നിൽ പോലും അവരുടെ ദുഷ്ടലാക്ക് കൂടി ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കോടികളുടെ വഖഫ് സ്വത്തുക്കൾ അന്യായ നിയമനിർമ്മാണത്തിലൂടെ തട്ടിയെടുക്കാനുള്ള BJP സർക്കാരിന്റെ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായ SDPI നടത്തിയ പ്രതിഷേധങ്ങളും ബഹുജന റാലികളും മഹാസമ്മേളനങ്ങളും ബഹുജന പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നും ഇത് കുറച്ചൊന്നുമല്ല RSS സർക്കാരിനെ വിറളി പിടിപ്പിച്ചതെന്നും ലത്തീഫ് ആരോപിക്കുന്നു. സത്യസരണി മുതൽ ഒബേലിസ്ക് വരെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് 13,000-ലധികം സജീവ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ED നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാ ഇതൊക്കെ. എന്നാൽ ഇപ്പോൾ അത് വല്ലാതെ ചുരുങ്ങി 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നത്. അതിനുശേഷമുള്ള കൂട്ട അറസ്റ്റിലും NIAയുടെ റെയ്ഡുകളിലും അവർ ശരിക്കും പെട്ടു. അതോടുകൂടിയാണ് വലിയ രൂപത്തിൽ പണം SDPIയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് എന്നാണ് ED പറയുന്നത്. സിംഗപ്പൂർ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിം പ്രവർത്തകർക്കായി PFI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രൂപീകരിച്ചതായി ED പറയുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ശേഖരണമാണ് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നത്. വിദേശത്ത് നിന്നും സമാഹരിച്ച തുക ഹവാല ഇടപാടിലൂടെ ഇന്ത്യയിൽ എത്തിക്കും. ഈ രീതിയിൽ എത്തുന്ന പണത്തിന്റെ ഉത്ഭവം കണ്ടെത്താൻ സാധിക്കില്ല. പണം രാജ്യത്തെത്തുന്നതോടുകൂടി സംഘടനയുടെ ഭാരവാഹികളിലേക്ക് ഈ തുക എത്തുന്നു. തുടർന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പണം ഉപയോഗിക്കുമെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു. PFIയുടെ ഉടമസ്ഥതയിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ച് 56.56 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ കഴിഞ്ഞ വർഷം ED കണ്ടുകിട്ടിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം PMLA മുംബൈയിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ, കമ്പനികൾ, വ്യക്തികൾ എന്നിവയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. ED റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതോ ആയ 25 ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിൽ ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നു. മലപ്പുറം മഞ്ചേരി സത്യസരണി ചാരിറ്റബിൾ ട്രസ്റ്റ്, കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്മെന്റ്, കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ,
ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽവാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, കോട്ടയം ഹിദായത്തുൽ ഇസ്ലാം സഭ, കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു. ഇപ്പോൾ അറസ്റ്റിലാക്കപ്പെട്ട ഫൈസി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരനല്ല. അമിത്ഷായെയും മോദിയെയും ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെയും ഒക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ ചാലഞ്ച് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. നിങ്ങൾക്കിനിയും ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, നിർഭയം ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളോട് ചോദിക്കേണ്ടി വരും എന്നുവരെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഫൈസി. അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷാ പറയുകയാ, ഭയപ്പെടേണ്ട. അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ? നിങ്ങൾ ഭയപ്പെടേണ്ട. ഞങ്ങൾ ചോദിക്കട്ടെ, ആർക്കാണ് നിങ്ങളെ ഭയം? ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത്? പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത്. അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ? മന്ത്രിമാര് താമസിക്കുന്നത് പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടി മാത്രമേ മന്ത്രിമാർക്ക് വരെ ഇനിയും താമസിക്കാൻ പറ്റൂ. ഇതിൽ പരം വലിയ ഒരു വെല്ലുവിളി എവിടെ വേണം? ജനാധിപത്യ വ്യവസ്ഥിതി തകർക്കുമെന്നാണ് പറഞ്ഞത്. നന്ദി.